നമസ്കാരം. തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും മലയാള മാധ്യമങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വോട്ടിംഗ് ചേർത്ത കാര്യത്തിലാണെങ്കിലും പിന്നീട് നടന്ന വോട്ടിംഗ് എണ്ണുന്ന കാര്യത്തിലാണെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഈ സമയത്താണ് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള BJP പ്രവർത്തകരെയും RSS പ്രവർത്തകരെയും ഈ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുകയും സുരേഷ് ഗോപിക്ക് വേണ്ടി നല്ല രീതിയിലുള്ള പണിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 65,000 വോട്ടുകളോളമാണ് ഈ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ മാത്രം BJP ചേർത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് നടന്ന ഈ ഇലക്ഷന് ശേഷം നടന്ന പ്രഖ്യാപനത്തിൽ അദ്ദേഹം ഏകദേശം 80,000 വോട്ടിനോളം ജയിച്ചിട്ടുള്ളത്. ഇപ്പോ ഈ തൃശൂർ മണ്ഡലത്തിൽ മാത്രം ഇത്രയും ചേർത്തു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പൊതുസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മണ്ഡലം മാത്രമേ BJP ജയിച്ചിട്ടുള്ളൂ, ലോക്സഭാ മണ്ഡലത്തിൽ. നേരത്തെ നേമം മണ്ഡലം മുൻപ് നിയമസഭാ മണ്ഡലത്തിൽ BJP ജയിച്ചിരുന്നു. ആ നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചതിന്റെ തിക്തഫലങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. അവർ വീണ്ടും തിരിച്ച് BJPക്ക് വോട്ട് ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം കാഴ്ചവെച്ചതിന്റെ ഫലമായി ആ മണ്ഡലം ശിവൻകുട്ടിയിലൂടെ ഇടതുപക്ഷം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ആ വിഷയത്തിൽ വൈദിക രംഗത്ത് ഉള്ള 2 കന്യാസ്ത്രീമാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ആ കാര്യത്തിൽ പ്രതികരിക്കുന്നതിനോ പ്രതിഷേധിക്കുന്നതിനോ 2 വാക്ക് സംസാരിക്കുന്നതിനോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നതിനോ ഇന്നേ വരെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും തലതാഴ്ത്തിയ സന്ദർഭങ്ങളാണ്. അപ്പോ ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുള്ളതും ആ കള്ളവോട്ടിന്റെയൊക്കെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചു എന്നുള്ളത് നമുക്ക് ഇപ്പോ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇതിനുശേഷം ഈ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലുമൊക്കെ ചർച്ചകൾ സംഘടിപ്പിക്കുകയുണ്ടായല്ലോ. അതിന്റെ ആ ചർച്ചയിൽ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ നടന്ന ഒരു ചർച്ച അതിഗംഭീരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. അതിൽ ജെയ്സി തോമസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. സാധാരണഗതിയിൽ അദ്ദേഹത്തെ ഏതു സമയത്തും പിടികൂടാറുള്ള അനഭിബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറിയാറില്ല ഭരത്ചന്ദ്രൻ IPS ഭാവങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നുണ്ട്. സാധാരണ വർഷിക്കാനും ഗെറ്റ് ഔട്ട് അടിക്കുവാനും ഭരത്ചന്ദ്രൻ IPSലെ ഭാവഭാഗങ്ങൾ പ്രകടിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കാറില്ല. തനിക്ക് അനിഷ്ടകരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത്തരം പ്രതീകങ്ങളൊക്കെ തന്റെ മുഖത്ത് വരത്താൻ ശ്രമിക്കാറില്ല ഇദ്ദേഹം. അത്തരം ഭാവവ്യത്യാസങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യനായി നിശബ്ദനായി നിർനിമേഷനായി നമുക്ക് മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്താണ്? ഇപ്പൊ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെ 4C എന്ന ഒരു കേന്ദ്രം കേന്ദ്രീകരിച്ച് മാത്രമല്ലല്ലോ ഇദ്ദേഹത്തിന്റെ സഹോദരൻ, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം കൊല്ലത്തെ ഇരുമ്പേരൂരിലെ വോട്ടറാണ്. ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ വോട്ടറാണ്. സംഘപരിവാരത്തിന്റെ വാളായി പ്രവർത്തിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആലത്തൂരിലെ നേതാവ് ഷാജി വരവൂരും സംഘവും അവർ ആലത്തൂർ നിയോജക പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇവർക്കാകെ വോട്ട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തേക്ക് വരുമ്പോൾ എവിടെയാണ്? തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ആലത്തൂരിൽ നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ഒക്കെ സംഘപരിവാരത്തിന്റെ അടിമ സംഘം ഇദ്ദേഹത്തിന്റെ വിജയത്തിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി മത്സരാടിസ്ഥാനത്തിൽ തൃശ്ശൂരേക്ക് വന്ന വിവരം ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ തെളിവോടുകൂടെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവൃതമാക്കുകയാണ്. അതായത് കേരളത്തിലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച ബാംഗ്ലൂർ സെന്ററിലെ ഒരു മിനി മഹാദേവപുരയായി കേരളത്തിന്റെ സാംസ്കാരിക നഗരി എന്ന് നമ്മൾ പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യം. ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീമാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് ഒന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ മാധ്യമ രംഗത്തുള്ളവർ അദ്ദേഹത്തിന്റെ അടുത്ത് പോവുകയും പ്രതികരണം ആരായുകയും ചെയ്യുകയുണ്ട്. അപ്പോഴൊന്നും മിണ്ടാതെ അതിൽ നിന്നും തലയുരുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോ തൃശൂർ തെരഞ്ഞെടുപ്പിലെ ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതിനും സമീപിക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപി അതിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഏകദേശം സുരേഷ് ഗോപിയുടെ സംസ്കാരവും, ആ സുരേഷ് ഗോപി എന്ന ഒരു നല്ല മനുഷ്യൻ അപ്പുറത്തുണ്ട് കേട്ടോ,
പക്ഷെ ഈ BJP എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തോട് ചേർന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആ മനുഷ്യത്വം തന്നെ നശിച്ചു പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും സുരേഷ് ഗോപി സിനിമാ നടൻ എന്ന കാര്യത്തിൽ നല്ല നടനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ BJP എന്ന പ്രസ്ഥാനത്തോടു കൂടി പോയി അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതോടുകൂടി ആ പ്രസ്ഥാനത്തിന്റെ, ആ BJP പ്രസ്ഥാനത്തിന്റെ തനി നിറം എന്താണെന്നുള്ളത് ഇപ്പോ ഓരോ ദിവസവും ചെമ്പ് തെളിയുന്നത് പോലെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.